ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ തുടങ്ങുന്ന സമയത്ത്, അതായത് വീട് പണി തുടങ്ങുന്ന സമയത്ത് ടെമ്പററി ബോർഡ് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ടെമ്പററി ബോർഡ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ടെമ്പററി ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൽ നിന്ന് സർവീസ് എയർ വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. KSCBയിൽ നിന്നും നേരെ പോസ്റ്റ് വഴി നേരെ ഒരു സെപ്പറേറ്റ് ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആ നീലവയർ വരുന്നുണ്ടോ, അതായത് ന്യൂട്രൽ ഫേസും ഓൾറെഡി നമ്മൾ ഈ മീറ്ററിലേക്കാണ് വരുന്നത്. അത് സിംഗിൾ ഫേസ് ആണ് എടുത്തിരിക്കുന്നത്. സിംഗിൾ ഫേസിൻ്റെ റെഡും ബ്ലാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ വരുന്നത് മീറ്റർ ബോക്സിലേക്ക് വരുന്നു. ഇനി മീറ്റർ ബോക്സിൽ നിന്ന് ഔട്ട് നമുക്ക് തരുന്നുണ്ട്. ഔട്ട് തരുന്നതിന് ശേഷം നേരെ വരുന്നത് ഫ്യൂസ് യൂണിറ്റിലേക്കാണ് വരുന്നത്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഫ്യൂസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്യൂസിലേക്കാണ് വരുന്നത്. ഈ ഫ്യൂസിൻ്റെ ഔട്ട്, അതായത് ഫേസ് മാത്രമാണ് ഫ്യൂസിലേക്ക് വരുന്നത്. ന്യൂട്രൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഐസൊലേറ്ററിലേക്കാണ് പോകുന്നത്. ഫ്യൂസിൻ്റെ ഔട്ട് വരുന്നത് ഈ ഐസൊലേറ്ററിലേക്ക്, സിംഗിൾ ഫേസ് ഐസൊലേറ്ററിലേക്ക് ന്യൂട്രൽ ഫേസും ഇവിടെ വരുന്നു. അതിൽ നിന്ന് നേരെ ELCB, സിംഗിൾ ഫേസ് ELCBയുടെ ന്യൂട്രലും ഫേസും നമ്മുടെ ELCBയിലേക്ക് വരുന്നു. ഇനി ELCBയുടെ ഔട്ടാണ് നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടത്. ELCBയുടെ ഔട്ട് നേരെ ഇനിയാണ് നമുക്ക് ELCBയിൽ നിന്നാണ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എടുക്കുന്നത്. പവർ പ്ലഗ്, നോർമൽ പ്ലഗ്, എന്ത് ആവശ്യം നമ്മൾ എടുക്കുകയാണെങ്കിലും ELCBയുടെ ഔട്ട് വേണം നമുക്ക് ഓൾറെഡി സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു 16 ആംസിൻ്റെ പ്ലഗ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു നോർമൽ പ്ലഗ് വെച്ചിട്ടുണ്ട്, പിന്നെ അത് കൂടാതെ വീണ്ടും ഒരു എക്സ്ട്രാ പ്ലഗ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് കാര്യങ്ങളെല്ലാം കാണിക്കുന്ന മീറ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കറണ്ടുള്ള സമയത്ത് അവിടെ ഇത്ര വോൾട്ടേജ് എന്ന് കറക്റ്റായിട്ട് കാണിക്കും. ഇനി നമ്മൾ കൊടുത്തിട്ട് പവർ പ്ലഗിൻ്റെ സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ സബ്മേസിബിൾ വാട്ടർ പമ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സബ്മേസിബിൾ വാട്ടർ പമ്പിന് വേണ്ടിയിട്ട് കിണറിലേക്കാണ് പോയിരിക്കുന്നത്. കിണറിലേക്ക് നമ്മൾ സബ്മേസിബിളിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റാർട്ടർ കൂടി വെച്ചിട്ടുണ്ട്. അതായത് പവർ പ്ലഗിൽ നിന്നാണ് സെപ്പറേറ്റ് കണക്ഷൻ എടുത്തതിന് ശേഷം സ്റ്റാർട്ടർ കൂടി വെച്ചിട്ടുണ്ട്. ഇനി പവർ പ്ലഗ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു DP സ്വിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഒരു DP സ്വിച്ച് വെച്ചാൽ നമുക്കത് കിട്ടും, കറക്റ്റായിട്ട് മോട്ടറിന് കൊടുക്കാം. പിന്നെ ആ പ്ലഗ് നമ്മൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു സ്വിച്ച് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നു. അവിടെ ലൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൾബിനുള്ള ഓപ്ഷൻസ് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈനിൽ വേണ്ടിയിട്ട് ഒരു സ്വിച്ച്, 1 വേ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടറിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു DP സ്വിച്ച് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരു DP സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് പോകും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എർത്ത് വയർ കണ്ടോ, എല്ലാ സെക്ഷനിലുള്ള എർത്ത് നമ്മൾ ബോഡിയായിട്ട് ആ 3 പിൻ പ്ലഗുകളിൽ നിന്നുള്ള എല്ലാ എർത്തുകളും വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ടെമ്പററി ബോർഡിൻ്റെ ബോഡിയുമായിട്ട് എർത്ത് ചെയ്തിട്ട് നേരെ താഴേക്ക് നമ്മളൊരു കോപ്പർ വയർ ഇട്ടതിന് ശേഷം എർത്ത് റോഡ് വഴി താഴെ മണ്ണിൽ അടിച്ച് ക്ലിയർ ചെയ്യണം. അത് എർത്ത് പക്കയായിരിക്കണം. അത് കൂടാതെ തന്നെ കണ്ടോ, ഇത്രയാണ് മെയിനായിട്ട് വരുന്ന കണക്ഷൻസ്. മീറ്റർ, അതുപോലെ തന്നെ ഫീസ് യൂണിറ്റ്, ELCB ഐസൊലേറ്റർ വരുന്ന സെക്ഷനുകളെല്ലാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാണാൻ സാധിക്കും, പണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് മീറ്റർ എവിടെയെങ്കിലും ടെമ്പററിയോട് വെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ജസ്റ്റ് എവിടെയാണോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അവിടെ നമ്മൾ ജസ്റ്റ് അത് മഴ കൊള്ളാത്ത രീതിയിൽ അന്ന് സേഫ്റ്റി ആയിട്ട് ചെയ്താൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് കണക്ഷൻ തരികയുള്ളൂ. ടെമ്പററി കണക്ഷൻ ആണെങ്കിൽ പോലും തരികയുള്ളൂ. അപ്പോൾ അതുമേ തന്നെ ഒരു ഭിത്തി പോലെ കെട്ടിയതിന് ശേഷം, 2 സൈഡിൽ നിന്നുള്ളതാണ് ഭിത്തി പോലെ കെട്ടിയതിന് ശേഷം ഒരു ഷീറ്റ് സെപ്പറേറ്റ് മുകളിലൂടെ മഴ നനയാത്ത രീതിയിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ടെമ്പററി ബോർഡിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.